ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മോഷനിൽ നമുക്ക് പ്രധാനപ്പെട്ട ഇക്വേഷൻസിനെ നമ്മൾ പെട്ടെന്നൊന്ന് പരിചയപ്പെട്ടു പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകുന്നേക്ക് അറിയാം എന്താണ് പറയുക, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്നറിയാം. എഫ് ഈക്വൽ ടു എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഡി പി ബൈ ഡി ടി ആണ് നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം മൊമെന്റം പി സി ഈക്വൽ ടു എന്താണ്, എം വി ആണെന്നറിയാം അല്ലേ. ഇനി നമ്മുടെ റോക്കറ്റ് പ്രൊപ്പൾഷന്റെ കേസിലൊക്കെ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു പോകുന്ന നമ്മുടെ ഫ്യൂവല് അഥവാ ബേൺ ചെയ്യുന്ന ഫ്യൂവല് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് എയർ തിരിച്ചു കൊടുക്കുന്ന ത്രസ്റ്റ് ഫോഴ്സ്, അവിടെ മാസാണ് വേരിയബിൾ ആയിട്ട് വരുന്നത്. ആ കേസിൽ നമ്മൾ ഫോഴ്സ് കാണാൻ നമ്മൾ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി നമുക്കറിയാം ഇമ്പൾസ് ഈക്വൽ ടു എന്താണ്, ഫോഴ്സ് ഇൻറ്റു ദാറ്റ് സ്മോൾ ടൈം ഇന്റർവെൽ ആണ്. സോ ഇമ്പൾസ് ഈക്വൽ എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്നറിയാം. അപ്പൊ ആവറേജ് ഫോഴ്സ് കാണാൻ നിങ്ങൾക്കറിയാം, ആവറേജ് ഫോഴ്സ് ഈക്വൽ ദാറ്റ് ഇമ്പൾസ് ബൈ ഡെൽറ്റ ടി ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ഡെൽറ്റ ടി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. യെസ്, നിങ്ങൾക്കറിയാം ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. വാട്ട് ഈസ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സ്പെഷ്യൽ കേസ് ആണ്. ഒരു ബോഡിയുടെ മാസ് എം ആണ്, അത് വി വെലോസിറ്റിയിൽ ഒരു വാളിൽ പോയിട്ട് ഇടിച്ചു, അല്ലെങ്കിൽ ക്രിക്കറ്റ് ബാറ്റിൽ വന്ന് ഇടിച്ചു. ആ ബാറ്റ് കൊണ്ട് അയാൾ അതിന് അതേ വെലോസിറ്റിയിൽ തിരിച്ചടിക്കുകയാണ്, അതേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട്. ആ സമയത്ത് നമ്മൾ ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം എടുക്കാൻ 2mv എന്ന് എടുക്കണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അതിന് പകരം നമ്മളെ ബോഡി വരുന്നത് നമ്മളെ ഹൊറിസോണ്ടലുമായിട്ട് ഒരു തീറ്റ ആംഗിളിലാണ് തന്ന് ഹിറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ചേഞ്ച് ഇൻ മൊമെന്റം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, 2mv കോസ് തീറ്റയാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഈ വന്ന ബോഡി തിരിച്ചു പോകുന്നില്ല എങ്കിൽ, നോ റിട്ടേൺ, തിരിച്ചു പോകുന്നില്ല എങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എം വി ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലടാ? യെസ്. അടുത്തതാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. നിങ്ങൾക്കറിയാം ഒരു ഗണ്ണ് ഫയർ ചെയ്താൽ നമ്മുടെ ബുള്ളറ്റ് ഫയർ ചെയ്താൽ ഗണ്ണ് ബാക്കിലേക്ക് വരും. ആ ബാക്കിലേക്ക് വരുന്ന വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. അത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, മൈനസ് എം ബി വി ബി ബൈ എം ജി. മൈനസ് ഉദ്ദേശിക്കുന്ന എന്താണ്, നെഗറ്റീവ് ഇൻഡിക്കേറ്റ്, അത് മൂവ് ചെയ്യുന്നത് ബാക്കിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്കറിയാം ഒരു സെക്കൻഡ്, ഇപ്പൊ നമ്മൾ മെഷീൻ ഗണ്ണിന്നൊക്കെ ഒരു സെക്കൻഡിൽ n നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഇജക്ട് ചെയ്യും. ലെറ്റ് സ്മോൾ n ബി ദ നമ്പർ ഓഫ് ബുള്ളറ്റ് ഇജക്റ്റഡ് പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഗണ്ണിനെ ഹോൾഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, NMV ആണ് അല്ലേ. NMV, where m is the mass of the bullet and v is the velocity of the bullet, then the force will be equal to NMV. അറിയാവുന്നല്ലേ? യെസ്. അടുത്തതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. വാട്ട് ഈസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം? ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി, then its momentum will be constant. Linear momentum will be constant. Okay, yes. അടുത്തതാണ് apparent weight of a body in a moving platform അല്ലേ. യെസ്. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു പ്ലാറ്റ്ഫോം മുകളിലേക്ക് ഒരു എ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അപ്പാരന്റ് വെയിറ്റിന്റെ ഇക്വേഷൻ എന്താണ്, എം ഇൻറ്റു ജി പ്ലസ് എ ആണ്. താഴേക്കാണ് ആ ബോഡി എ ആക്സിലറേഷനിൽ പോകുന്നത് എങ്കിൽ അതിന്റെ അപ്പാരന്റ് ഇക്വേഷൻ എന്താ, വെയിറ്റിന്റെ ഇക്വേഷൻ എം ഇൻറ്റു ജി മൈനസ് എ ആണ്. ഈ ഫ്രീ ഫോൾ ആണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് ഈക്വൽ 0 ആണെന്ന് നിങ്ങൾക്കറിയാം. ബോഡി മൂവ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് ഈക്വൽ ടു എം ജി ആണെന്നും നിങ്ങൾക്കറിയാം അല്ലേ. യെസ്. നിങ്ങൾ കണക്റ്റഡ് ബോഡീസിന്റെ കുറച്ച് കണക്റ്റഡ് ബോഡീസിന്റെ ഇക്വേഷൻസ് നമുക്കൊന്ന് പറയാം. ഇവിടെ ഒരു M1 മാസിനെയും M2 മാസിനെയും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ M2 ഗ്രേറ്റർ ദാൻ M1 ആണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ബൈ നെറ്റ് മാസ്. അപ്പോൾ ഇവിടെ താഴേക്ക് M2g വരും, ഇവിടെ താഴേക്ക് M1g വരും. M2g അല്ലടാ കൂടുതൽ, അപ്പൊ ആക്സിലറേഷൻ എന്താ വരിക, M2 മൈനസ് M1 ഇൻറ്റു ജി ബൈ M1 പ്ലസ് M2 ആയിരിക്കും. ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, 2M1 M2g ബൈ M1 പ്ലസ് M2 ആയിരിക്കും അല്ലേ. ഇനി ഇവിടെ ഒരു സ്ട്രിങ്ങും കൂടി ഉണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിലെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, 2 ടൈംസ് ദിസ് ടെൻഷൻ ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. യെസ്. ഇനി ഇങ്ങനെയാണ് നമ്മളെ ബോഡിയെ വെച്ചിട്ടുള്ളതെങ്കിൽ ഇങ്ങോട്ട് ആരുണ്ടാവും, M1g ഉണ്ടാവും. ഇവിടെ M2g താഴേക്കാണ്, അതിനെ മൂവ് ചെയ്യിക്കാൻ സഹായിക്കില്ല, കാരണം അത് മോഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്, M1g ബൈ M1 പ്ലസ് M2 ആണ്. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ടെൻഷൻ എന്താ വരിക, M1 M2g ബൈ M1 പ്ലസ് M2 എന്നാണ് വരിക. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾക്കറിയാം ഫ്രിക്ഷൻ എന്താ, ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ ഇക്വേഷൻ മ്യൂസ് ഇൻറ്റു എൻ. എന്താണ് കൈനറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ, മ്യൂ കെ ഇൻറ്റു എൻ ആണെന്ന് അറിയാം.
അല്ലേ? യെസ്. നിങ്ങൾക്ക് റിയാക്ഷൻ ഒക്കെ അറിയില്ലടാ. ഒരു ബോഡിയെ നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തതെങ്കിൽ താഴേക്ക് എം ജി ഉണ്ടാവും, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. സോ എൻ ഈക്വൽ ടു എം ജി ആയിരിക്കും. ഇനി ഒരു എന്താണ് പറയുക, ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് വെച്ചിട്ടുള്ളതെങ്കിലോ താഴേക്ക് നേരെ താഴേക്ക് എം ജി ഉണ്ടാവും. അപ്പൊ ഇങ്ങോട്ട് എം ജി കോസ് തീറ്റ വരും, ഇങ്ങോട്ട് എം ജി സൈൻ തീറ്റ വരും, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ വരും. അപ്പൊ എൻ ഈക്വൽ ടു എന്ത് വരും? എം ജി കോസ് തീറ്റ എന്ന് വരും. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ആംഗിൾ ഓഫ് റീപോസ് അറിയാം. ദ മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ദ ബോഡി ജസ്റ്റ് സ്റ്റാർട്ട് സ്ലൈഡിങ്. അത് താഴേക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണെന്ത്? ആംഗിൾ ഓഫ് റീപോസ്. അതിന്റെ ഇക്വേഷൻ എന്താ? മ്യൂ എസ് ഈക്വൽ ടു ടാൻ ഓഫ് ദ ആംഗിൾ ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അടുത്തതാണ് ആക്സിലറേഷൻ ഓഫ് എ ബ്ലോക്ക് ഇൻ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡിന്റെ ആക്സിലറേഷൻ എന്താണ്? ജി സൈൻ തീറ്റയാണ്, അല്ലെ? എസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ. അതൊരു എന്താണ് റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിലാണെങ്കിൽ അവിടെ ഫ്രിക്ഷനും കൂടെ ഉണ്ടാവും. സോ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കെ കോസ് തീറ്റയാണ്. വെർ മ്യൂ കെ ഇസ് ദ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, യെസ്. അടുത്തതാണ്, ഇത് ഒരു സ്പെഷ്യൽ കേസ് ആണ്, നമുക്ക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിന് ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യാണ്? വീഴാണ്. ആ വീഴുന്ന സമയത്ത് അത് താഴെ എത്താൻ എടുക്കുന്ന ടൈം ടി ആണ്. എവിടെ? സ്മൂത്ത് സർഫസ് ആണെങ്കിൽ. നമ്മുടെ സർഫസ്, ഈ പറയുന്ന സർഫസ് സ്മൂത്ത് ആണെങ്കിൽ ആ ബോഡി താഴെ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ടി ആണ്. ഇനി അതേ ബോഡി അതേ ഇൻക്ലൈൻഡ് സർഫസ് ആണ്, പക്ഷെ അവിടെ റഫ് ആണെന്ന് കരുതുക. ആ സർഫസ് റഫ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് താഴെ എത്താൻ എടുക്കുന്ന സമയം നേരത്തെ എത്തിയ സമയത്തിന്റെ n ടൈംസ് ടി ആണെങ്കിൽ നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ചോദിച്ചാൽ എന്താണ്? ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് 1/n² ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് ഇതിലെ ലാസ്റ്റ് പാർട്ടാണ് എന്ത്? നമ്മളെ സേഫ് സ്പീഡ് ഇൻ സർക്കുലാർ ടേൺ. ഒരു ബോഡി സർക്കുലാർ ടേൺ എടുക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള സേഫ് സ്പീഡ്. അത് അൺബാങ്ക്ഡ്, ബാങ്കിങ് ഇല്ലാത്ത ഫ്രിക്ഷണൽ റോഡ് ആണെങ്കിൽ അവിടുത്തെ സ്പീഡ് റൂട്ട് മ്യൂ എസ് ആർ ജി ആണ്. ബാങ്കിങ് ഉള്ള ഫ്രിക്ഷൻ ഇല്ലാത്ത റോഡ് ആണെങ്കിൽ അവിടുത്തെ സ്പീഡ് റൂട്ട് ആർ ജി ടാൻ തീറ്റയാണ്. ബാങ്കിങ്ങും ഫ്രിക്ഷനുമുള്ള റോഡാണെങ്കിൽ അവിടെ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റയാണ്. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? സോ ബൈ.